ആഴ്ച 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മാരത്തൺ തന്നെ ആയിരിക്കും. അതായത് നമ്മൾ ഓടും, നമ്മുടെ കൂടെ നിങ്ങൾ ഓടിക്കോണം കേട്ടോ, കൈപിടിച്ച് കൂടെ ഓടിക്കോണം. ഇതിൽ ആക്ച്വലി രണ്ട് കാര്യങ്ങൾ കൂടി നമ്മുടെ സ്റ്റുഡൻസിന്, അതായത് ഈ മാരത്തോൺ ബാച്ചിന് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് നൽകുന്നതായിരിക്കും. മാരത്തോൺ റിവിഷന്റെ ഫീഡ്ബാക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും, കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യണമോ വേണ്ടോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. 18 ജൂലൈ ആണ് നമ്മുടെ ഫൈനൽ എക്സാം വരുന്നത്. അതിനുവേണ്ടി നിങ്ങളെ നല്ല രീതിയിൽ തയ്യാറെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഹായ് ഓൾ, വെൽക്കം ടു എജൂസ് അക്കാഡമി. നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷൻ ജൂലൈ മാസം 18-ാം തീയതിയാണ് അല്ലേ? കൃത്യമായിട്ട് പറഞ്ഞാൽ ഇനി നമുക്ക് ഏകദേശം 22 ദിവസമാണ് നമ്മുടെ എക്സാമിനായിട്ടുള്ളത്. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷന് വേണ്ടി നമുക്ക് ലഭിക്കുക, എനിക്ക് തോന്നുന്നു ഒരു 3 ആഴ്ച, 21 ദിവസമായിരിക്കും നമുക്ക് ശരിക്കും പ്രിപ്പറേഷന് വേണ്ടി ലഭിക്കുക. അപ്പോൾ എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആക്ച്വലി നമുക്ക് കുറച്ച് എൻക്വയറീസ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ JPH-ന് ഒരു മാരത്തോൺ റിവിഷൻ ബാച്ച് ചെയ്തിരുന്നു. സോ അതുപോലെ DME സ്റ്റാഫ് നഴ്സ് എക്സാമിനും ഒരു മാരത്തോൺ റിവിഷൻ ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ആ എൻക്വയറീസിന് റിപ്ലൈ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അവർ ആക്ച്വലി സ്വന്തമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ഇരുന്നു, കുറേയൊക്കെ അവർ പ്രിപ്പയർ ചെയ്തു. പക്ഷെ ഒന്നും ആ ഒരു ട്രാക്കിലായിട്ടില്ല അല്ലെ? പലർക്കും അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാരത്തൺ ബാച്ച് റിവിഷൻ അല്ലെങ്കിൽ മാരത്തൺ റിവിഷൻ ബാച്ച് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രയോജനപ്പെടും. കാരണം ആക്ച്വലി നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് അതാണ് നമ്മളോട് പറയുന്നത്. കഴിഞ്ഞ JPH എക്സാം കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിരുന്നു ആ റിവിഷനൊക്കെ ഒരുപാട് പ്രയോജനം ചെയ്തു, അതിൽ ഡിസ്കസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു, നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞത് ഇപ്പോഴും നമുക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട്. അതിന്റെ ഫീഡ്ബാക്ക് പറഞ്ഞിട്ട്, അത് കൂടാതെ ഇപ്പോൾ അതിന്റെ ഡോക്യുമെന്റ് അപ്ലോഡിന്റെ മെസ്സേജ് ഒക്കെ വന്നിരുന്നു അല്ലേ? അപ്പോൾ അതൊക്കെ ആ സ്റ്റുഡൻസ് ഒക്കെ വിളിക്കുമ്പോൾ ആ എക്സ്പീരിയൻസ് ഒക്കെ അവർ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മുടെ സ്റ്റുഡൻസിന്, അതായത് നമുക്ക് ഓൾറെഡി നമ്മുടെ ബാച്ചിലുള്ള സ്റ്റുഡൻസിന് ഇത് നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ ഉള്ളതാണ്. അതായത് നമ്മുടെ റെഗുലർ ബാച്ചിന്റെ സ്റ്റുഡൻസിന്, അതുകൂടാതെ റിവിഷൻ ബാച്ചിലെ സ്റ്റുഡൻസിന് നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഈ ഒരു മാരത്തൺ റിവിഷൻ നൽകുന്നതാണ്. അതുകൂടാതെ പുതിയ സ്റ്റുഡൻസിന് ഇപ്പോൾ ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം, നന്നായിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ മാരത്തൺ റിവിഷന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിന്റെ ഹൈലൈറ്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. സോ നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു മാരത്തൺ റിവിഷൻ പ്ലസ് റാങ്ക് ബൂസ്റ്റർ പാക്ക് ആണ്. അതായത് ഡെയിലി നമുക്ക് ഒരു മാരത്തൺ റിവിഷൻ വരുമ്പോൾ അതിന്റെ ഡേയ്സ് വരുന്നത് ജൂലൈ 1-ാം തീയതി മുതൽ ജൂലൈ 14-ാം തീയതി വരെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇന്നറിയാം, ഇന്ന് 26 അല്ലെ? ജൂൺ 26. അപ്പൊ ഈ മാസം ഒരു 4 ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യും. മാരത്തൺ റിവിഷന്റെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യും. 2 ആഴ്ച 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മാരത്തൺ തന്നെ ആയിരിക്കും. അതായത് നമ്മൾ ഓടും, നമ്മുടെ കൂടെ നിങ്ങൾ ഓടിക്കോണം കേട്ടോ, കൈപിടിച്ച് കൂടെ ഓടിക്കോണം. കൂടെ ഓടിയിട്ടുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ്. കാരണം നമ്മൾ വിജയം കണ്ടിട്ടേ ഇവിടെ നിർത്തത്തുള്ളൂ. അതാണ് ആക്ച്വലി മാരത്തോണിന്റെ പ്രത്യേകത. അപ്പൊ ക്ലാസിന്റെ ഡ്യൂറേഷൻ വരുന്നത് ഒരുപാട് സ്റ്റുഡൻസിന് ഒരുപാട് കൺസേൺ ഉള്ള ഒരു കാര്യമാണ്. കാരണം ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്നവരുണ്ട് അല്ലേ? സോ കൺസേൺ ഉള്ള കാര്യമാണ് എനിക്കറിയാം. ഈ ക്ലാസിന്റെ ഡ്യൂറേഷൻ വരുന്നത് 6 മുതൽ 8 മണിക്കൂറാണ് ഡെയിലി ക്ലാസ് വരിക കേട്ടോ. ഡെയിലി 6 to 8 hours ആണ് ഈ മാരത്തൺ റിവിഷൻ വരിക. ഇത് ആക്ച്വലി നമ്മുടെ DME സ്റ്റാഫ് നഴ്സിന്റെ ഫുൾ സിലബസ് കവർ ചെയ്ത്, കൂടാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള റിവിഷൻ ആയിരിക്കും വരിക. ഇതിന്റെ ലൈവ് ക്ലാസ്സുകളാണ് വരിക കേട്ടോ. മെയിൻലി അല്ല, ലൈവ് ക്ലാസ്സുകൾ തന്നെയാണ് വരിക. നെക്സ്റ്റ് ഡേ അതിന്റെ റെക്കോർഡ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആകുന്നതായിരിക്കും കേട്ടോ. അപ്പം ഈ ബാച്ച് വരുന്നത് ജൂലൈ 1 മുതൽ 14 വരെ 2 ആഴ്ചയാണ് നമ്മുടെ ആക്ച്വലി മാരത്തൺ റിവിഷൻ വരുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, സാർ പിന്നെ 3 ദിവസം ഉണ്ടല്ലോ, അതൊന്നും ചെയ്യാന്ന്. ആക്ച്വലി ആ 3 ദിവസത്തേക്ക് നമുക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട്. അതായത് 15-ാം തീയതിയും 16-ാം തീയതിയും ഡിസ്കഷൻ ഓൺ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്. മെയിൻലി അത് നമ്മൾ ആക്ച്വലി എല്ലാ സ്റ്റുഡൻസിനും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ നൈറ്റ് ടൈമിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഒരു 7 to 11 PM ആണ് ഡിസ്കഷൻ ഓൺ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്. അതായത് നമ്മുടെ എക്സാംസിന് സാധാരണ ചോദിക്കുന്ന ഏരിയയിൽ നിന്നുള്ള ആ ടോപ്പിക്സ് ഡിസ്കഷൻ ആണ് നമ്മൾ 15-നും 16-നും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ആക്ച്വലി നമുക്ക് പറയുകയാണെങ്കിൽ ഒരു നെക്സ്റ്റ് റൗണ്ട് ഒരു മെഗാ മാരത്തൺ റിവിഷൻ മോഡലിലായിരിക്കും നമ്മളിത് ചെയ്യുക. 2 ദിവസം ഏകദേശം ഒരു 4-8 മണിക്കൂർ കേട്ടോ. 8 മണിക്കൂർ കൊണ്ട് നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഒരു മെഗാ മാരത്തൺ റിവിഷൻ ആണ് നമ്മൾ ഈ 2 days നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൂടാതെ 17-ാം തീയതിയിൽ നമ്മളൊരു ഫൈനൽ റാപ്പിഡ് റിവിഷൻ വിത്ത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ട്രിക്സ് ആൻഡ് ടിപ്സ് ഫോർ എക്സാം. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെയും ഡിസ്കസ് ചെയ്യും. അതിനുശേഷം എന്താ ചെയ്യുക, എക്സാം നമുക്ക് എങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് ഫേസ് ചെയ്യാം, ഏത് രീതിയിൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാം, അങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ സ്റ്റുഡൻസിനായിട്ട് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ഇത് ആക്ച്വലി എന്നാണ് എക്സാമിന്റെ തലേ ദിവസമാണ് അല്ലെ? ഇത് കൂടാതെ നെക്സ്റ്റ് ഡേ 18 ജൂലൈ ആണ് നമ്മുടെ ഫൈനൽ എക്സാം വരുന്നത്. അതിനുവേണ്ടി നിങ്ങളെ നല്ല രീതിയിൽ തയ്യാറെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം കേട്ടോ. അതുകൂടാതെ
18-ാം തീയതി എന്താണെന്ന് ചോദിക്കും അല്ലേ? 18-ാം തീയതി നിങ്ങളുടെ എക്സാം തന്നെയാണ്. എക്സാമിന് ശേഷം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ ക്വസ്റ്റ്യന്റെ ഒരു അനാലിസിസും ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ. അതാണ് ആക്ച്വലി നമ്മുടെ ഈ മാരത്തോൺ റിവിഷൻ ബാച്ചിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ആക്ച്വലി 2 കാര്യങ്ങൾ കൂടി നമ്മുടെ സ്റ്റുഡൻസിന്, അതായത് ഈ മാരത്തോൺ ബാച്ചിന് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് നൽകുന്നതായിരിക്കും. ഒന്ന്, ഏകദേശം 3000 രൂപ വില വരുന്ന റാങ്ക് ബൂസ്റ്റർ പാക്ക്. അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ? അതായത് പ്രീവിയസ് ഇയർ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കൂടാതെ ടോപ്പിക് വൈസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ റാങ്ക് ഡിസൈഡിംഗ് ഏരിയാസിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു പാക്കാണ് ഈ റാങ്ക് ബൂസ്റ്റർ പാക്ക് എന്ന് പറയുന്നത്. അത് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുന്നേ തുടങ്ങിയ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ച്, അതിന്റെ ആക്സസ് നമ്മുടെ സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് നൽകുന്നതായിരിക്കും. അതിനകത്ത് ഡെയിലി ഒരു 1 to 2 hours ക്ലാസ്സുകളാണ് അതിൽ വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആക്ച്വലി നമ്മുടെ ഈ മാരത്തോൺ ബാച്ചിലെ സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് നൽകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അറിയാലേ, ഞാൻ പറഞ്ഞിരുന്നു JPHN എക്സാമിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്ന ഒരു ക്ലാസ് ആണ് ആക്ച്വലി മാരത്തോൺ റിവിഷൻ ബാച്ച് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ സ്വന്തമായിട്ടുള്ള രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അതൊന്നും നല്ല രീതിയിൽ നടക്കാൻ പറ്റാതെ ഒരുപാട് കുട്ടികൾ ഉണ്ടാവും. സോ അവർക്കൊക്കെ ഒരുപാട് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആകുന്ന ക്ലാസ്സുകളാണിത്. ആക്ച്വലി ഇതിന്റെ ഒരു ഫീഡ്ബാക്ക്, അതായത് നമ്മൾ കഴിഞ്ഞ മാരത്തോൺ റിവിഷൻ JPHN എക്സാമിന്റെ മാരത്തോൺ റിവിഷന്റെ ഫീഡ്ബാക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും, കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യണമോ വേണ്ടോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ആക്ച്വലി ഈ നല്ല ഫീഡ്ബാക്കും ഈ നല്ല കമന്റ്സും ആണ് നമുക്ക് ഇതുപോലെ നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകാനുള്ള ഒരു ഊർജ്ജം അല്ലെങ്കിൽ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി എല്ലാ ഫീഡ്ബാക്കിനും ഞാൻ എപ്പോഴും നിങ്ങളോട് നന്ദിയുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫീഡ്ബാക്ക് നോക്കുക. നിങ്ങൾ ആക്ച്വലി ഇതുവരെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ശരിയായിട്ടുള്ള രീതിയിലല്ല പോകുന്നത് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ മാരത്തോൺ റിവിഷനിൽ ജോയിൻ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമ്മുടെ മാരത്തോൺ റിവിഷൻ ബാച്ചിന്റെ അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക. ഇനി ഏകദേശം നമ്മുടെ റിവിഷൻ തുടങ്ങാനായിട്ട് ഏകദേശം ഒരു 3-4 ദിവസം മാത്രമേ ഉള്ളൂ. സോ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് നമ്മുടെ എഡ്യൂസ് അക്കാഡമിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടും നൽകുന്നതായിരിക്കും.